ശ്രീ ടി മുഹമ്മദ് വേളം, ഇപ്പോൾ എല്ലാം നെല്ലും പതിരും വേർതിരിഞ്ഞു. ഒരു ബില്ല് നിയമമാകാൻ പോവുകയാണ്. രാജ്യസഭ കൂടി പാസ്സാക്കിയാൽ അത് നിയമമാകും. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ഒരു ഭൂസമരം നടക്കുന്നു. മുനമ്പം ഭൂസമരക്കാർ വിശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം ഈ വഖഫ് നിയമമാണ്. അത് ചേഞ്ച് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് അവരങ്ങനെ ചിന്തിക്കാൻ പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, അവരുടെ ഒരു ഡിമാൻഡ്, അവരെ കുടിയിറക്കരുത്, അവർക്ക് ഭൂമിയിൽ അവകാശം വേണമെന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഭൂപ്രശ്നത്തേക്കാൾ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറി കേരളത്തിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും മുനമ്പവും തമ്മിൽ 100 കണക്കിന് കിലോമീറ്റർ ദൂരമുണ്ടെങ്കിൽ പോലും പാലക്കാട്ട് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. അത് സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദത്തെ ഇല്ലാതാക്കുന്ന, സാമുദായിക ധ്രുവീകരണത്തിന് ഇടവയ്ക്കുന്ന ഒരു വിഷയമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളതാണോ തർക്കം? നിലവിലെ പുതിയ ഭേദഗതി നിയമം അത് പ്രാബല്യത്തിലാവുന്നതോടെ അത് മുനമ്പംകാർക്ക് എങ്ങനെ സഹായകമാവുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ പ്രശ്നപരിഹാരത്തിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? അജിംസെ, മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവർ കുടിയിറക്കപ്പെടരുത് എന്നത് കേരളത്തിൽ യുനാനിമസ്ലിയായ, വളരെ ഏകകണ്ഠമായ അഭിപ്രായമുള്ള ഒരു കാര്യമാണ്. ആ അഭിപ്രായമാണ് UDF-നുള്ളത്, ആ അഭിപ്രായമാണ് LDF-നുള്ളത്. BJP അവരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. മുസ്ലിം സംഘടനകളും, എല്ലാ ഉത്തരവാദപ്പെട്ട മുസ്ലിം സംഘടനകളും പറഞ്ഞത് മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ കുടിയിറക്കപ്പെടരുത്. അപ്പം മുനമ്പത്തെ മനുഷ്യരെ കുടിയിറക്കണം എന്ന ഒരു പക്ഷവും മുനമ്പത്തെ മനുഷ്യരെ കുടിയിറക്കരുത് എന്നൊരു പക്ഷവും കേരളത്തിലില്ല. ഇത് ഒരു സാങ്കല്പിക ശത്രുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം മാത്രമാണ്. അത് പരിഹരിക്കാൻ കഴിയുക ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ് പരിഹരിക്കണം, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പരിഹരിക്കണം എന്നാണ് മുസ്ലിം സംഘടനകൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മുനമ്പത്തെ ഒരു പ്രശ്നത്തെ മുൻനിർത്തിയല്ല ഈ വഖഫ് ഭേദഗതി നിയമം ഉണ്ടായത്. മുനമ്പം പ്രശ്നത്തെ മുൻനിർത്തിയല്ലല്ലോ. അപ്പോൾ മുനമ്പം എന്ന് പറയുന്ന ഒറ്റ പ്രശ്നത്തെ മുൻനിർത്തിയല്ല ഈ ബില്ലിനെ നോക്കിക്കാണേണ്ടത്. ഇനി അവർക്ക് ഇതിൻ്റെ കാര്യം ലഭിക്കുകയില്ല. ഇവിടെ BJP പ്രതിനിധി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. ഇതിന് സിവിൽ വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധിയെ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ പോയി ചോദ്യം ചെയ്യാൻ കഴിയും എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതുകൊണ്ട് എന്താണ് ഉണ്ടായിത്തീരുന്നത്? വഖഫ് ബൈ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്ത് തെളിവ് ഭാരം മറുഭാഗത്തിനാവുന്നു. ഇപ്പോൾ അത് ബൈ പ്രാക്ടീസ് ആയ ഒരു കാര്യം അംഗീകരിക്കപ്പെടും. ഇനി അങ്ങനെ അംഗീകരിക്കപ്പെടുകയില്ല. പക്ഷേ മുനമ്പത്തെ പ്രശ്നം അതല്ലല്ലോ അജിംസെ. മുനമ്പത്ത് ഡോക്യുമെൻ്റ് ഉണ്ട്. അവിടെ തെളിവ് ഭാരം മുസ്ലിം സമുദായത്തിനായാലും അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ഡോക്യുമെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് ഉള്ള ഒരു ഭൂമിയുടെ പ്രശ്നത്തെ, അതേസമയം അവിടെ കുറേ കാലമായി ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്, സാധാരണ മനുഷ്യർ കൈവശം വെക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് സർക്കാർ അവരുമായും മുസ്ലിം സമുദായവുമായും കൂടിയാലോചിച്ച് നിയമപരമായ സാധ്യതകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ നിയമം പാസ്സാക്കുന്നത് കൊണ്ട് ഒരു ഗുണഫലവും മുനമ്പംകാർക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. അതേസമയം അത് വേറെ പരിഹരിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ BJP പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഇത് വളരെ വ്യക്തമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഒരു ജനവിഭാഗത്തിന് എതിരെ നടത്തുന്ന വളരെ വിവേചനപരമായ ഒരു കാര്യമല്ലേ? ഈ രാജ്യത്ത് എത്രയോ 5-8 മതസമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ ഇപ്പോൾ സിഖുകാർക്ക് അവരുടെ മതസംവിധാനങ്ങളുണ്ട്. ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റികളാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിന് ദേവസ്വം ബോർഡുകളുണ്ട്. അതേപോലെ ജൈന സമൂഹത്തിന് അവരുടേതായ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം അതത് മതസ്ഥരാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിയമസഭാ സാമാജികരാണെങ്കിൽ ആ മതത്തിൽപ്പെട്ട നിയമസഭാ സാമാജികർ, ബാർ കൗൺസിലാണെങ്കിൽ ആ ബാർ കൗൺസിലിലെ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചേർന്ന് മത്സരിച്ചും അവരെ നോമിനേറ്റ് ചെയ്തുമൊക്കെയാണ് ഇതിൻ്റെ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പറ്റില്ല. അതിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളും നിർബന്ധമായും ഉണ്ടാകണം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ആണല്ലോ. വ്യക്തികൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും മതവിഭാഗങ്ങൾക്കിടയിലും ഒന്നും ഡിസ്ക്രിമിനേഷൻ ഇല്ല. നിയമത്തിൻ്റെ മുമ്പിൽ വ്യക്തികൾ മാത്രമല്ല, ജനവിഭാഗങ്ങളും മതസമൂഹങ്ങളും ഒക്കെ തുല്യരാണ്. സ്റ്റേറ്റിന് ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നത് മാത്രമല്ല, സ്റ്റേറ്റിന് ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകിച്ച് വിദ്വേഷവുമില്ല എന്നതാണല്ലോ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്തിനാണ് ഒരു മതവിഭാഗത്തോട്, അതിലെ ജനവിഭാഗങ്ങളോട് അവരുടെ സാംസ്കാരികമായ
സ്ഥാപനങ്ങൾ നോക്കി നടത്താനുള്ള എല്ലാവരുടെ അവകാശത്തെയും ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. അതാണെങ്കിൽ വേറൊരു കാര്യം, അത് ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരു ഡിബേറ്റാണ്. ഇത് ഇവിടുത്തെ സിഖുകാർക്ക് ബാധകമല്ല, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ബാധകമല്ല, ജൈന മതസ്ഥർക്ക് ബാധകമല്ല. മുസ്ലിങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ തന്നെ വിവേചനപരമാണ് ഈ ബില്ല് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസവും ഇന്നലെ ഇന്നുമായി നടന്ന പാർലമെന്റ് ഡിബേറ്റ്സിൽ നമുക്ക് വ്യക്തമാണ്. വിവേചനപരമാണ്, അത് നിയമപരമായി ചോദ്യം ചെയ്യാവുന്ന കാര്യമാണ് എന്ന് ബോധ്യമില്ലാത്തവരല്ലല്ലോ ഈ ബില്ല് ഉണ്ടാക്കുന്നത്. അവർക്കറിയാം ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുമെന്നുള്ളത്. അപ്പോൾ അവരുടെ ലക്ഷ്യം ഈ നിയമം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല മറ്റെന്തൊക്കെയാണ്, അത് രാഷ്ട്രീയവുമായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളിപ്പോൾ മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഈ പോളറൈസേഷൻ നിലനിർത്തുക എന്ന അജണ്ടയ്ക്ക് തലവയ്ക്കുകയിൽ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നതിലൂടെ കൂടി ഉണ്ടാവുന്നത്. അതല്ല ജിംസ്, ഇതൊരു ഭരണകൂടത്തിന്റെ വളരെ മർദ്ദക സ്വഭാവമുള്ള ഒരു നടപടിയാണ്. ഞാൻ പറയട്ടെ, അപ്പോ ഞാൻ നോബിൾ എന്താണ് പറയാൻ വന്നത്? അല്ലെ ഞാൻ പറയാൻ വന്നത്, ഒന്ന്, ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഉത്തരം പറയാം. ഞാൻ നോബിളിലേക്ക് വരാം. നോബിൾ ഒരു നിമിഷം ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാം. ഓക്കെ, ഞാൻ വരാം. ടി മുഹമ്മദ് തുടരൂ പ്ലീസ്. ഇതൊരു ഭരണകൂടത്തിന്റെ വളരെ വിവേചനപരവും മർദ്ദക സ്വഭാവമുള്ളതുമായ ഒരു നടപടിയാണ്. ഇത് പല അർത്ഥത്തിൽ രാജ്യത്തെ ഒന്നാമതായിട്ട് മുസ്ലിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നാളെ ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്നു എന്ന് പറയുമ്പോഴും അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഇവിടുത്തെ SC/ST-കാരെയോ കർഷകരെയോ ആരെ ബാധിക്കുന്ന പ്രശ്നവും നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം സവിശേഷമായ അസ്തിത്വങ്ങളും നിലനിൽപ്പും ഒക്കെയുണ്ട്. അവരെ എന്തെങ്കിലും പ്രശ്നം ബാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഭരണകൂടത്തിൻ്റെ തെറ്റായ ഒരു നടപടിയെ അതിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പോളറൈസേഷൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് മുമ്പ് മീഡിയ വണ്ടി ഒരു ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മതസ്ഥരുമൊക്കെ ഭയങ്കര മുസ്ലിം വിരുദ്ധന്മാരാണ്. മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ ബാക്കി എല്ലാവരെയും അണിനിരത്താൻ കഴിയും, അല്ലെങ്കിൽ മുസ്ലിം പ്രശ്നം സംസാരിച്ചാൽ അതിവിടെ പോളറൈസേഷൻ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് അല്ലാത്ത ജനവിഭാഗങ്ങളിലെ സാധാരണ മനുഷ്യരെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ അണ്ടർ എസ്റ്റിമേഷനാണ്. അവരെല്ലാവരും കൂടി എന്തോ മുസ്ലിം വിരുദ്ധ ബാധയേറ്റവരാണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മനുഷ്യർക്ക് യുക്തിബോധവും ന്യായ ബോധവും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഈ യുക്തിബോധം വെച്ചുകൊണ്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് മനുഷ്യരോട് സംസാരിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ശരിയായ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് പാർലമെന്റിൽ ഒരർത്ഥത്തിൽ നടന്നു. ഇന്ത്യ മുന്നണി അതിന് ശ്രമിച്ചതും ആ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കാം. ഞാൻ വരാങ്ങയിലേക്ക്